AutoCAD 2D കോഴ്സ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ഹാരിസ്. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഡിസൈൻ ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിങ്ങിൽ 7+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആക്ച്വലി ഇതൊരു AutoCAD 2D ഡ്രാഫ്റ്റിംഗ് ഓൺലൈൻ ക്ലാസ്സാണ്. ഈ ഒരു കോഴ്സിൽ നമ്മൾ AutoCAD 2 വേർഷനിലാണ് പഠിക്കുന്നത്. 2013 ലോവർ വേർഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഒരു ഹയർ വേർഷനായിട്ട് ലേറ്റസ്റ്റ് AutoCAD 2020 ആണ് എടുത്തേക്കുന്നത്. ഈ 2 വേർഷനിലായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്. 30 days ആണ് ഇതിൻ്റെ നമ്മൾ ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ 2 വേർഷൻ സോഫ്റ്റ്വെയർ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മോർണിംഗ് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യും. സോ നമ്മൾ സിംഗിളായിട്ട് ജോയിൻ ചെയ്യാനാണെങ്കിലല്ല, ബാച്ചായിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും നമ്മൾ വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ ടെലഗ്രാം ത്രൂവോ നമ്മൾ അക്കൗണ്ട് എടുത്ത് അതിലായിരിക്കും നമ്മൾ ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് തരാണ്. സോ അന്ന് ഈവനിങ് തന്നെ അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. അതിൽ വരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ളതും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. അതെല്ലാം നമ്മൾ ബാച്ചൊക്കെ ആയിട്ടാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം. അതെല്ലാം നമ്മൾ ഈവനിങ്ങിൽ തന്നെ ക്ലിയർ ചെയ്ത് തരും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AutoCAD 2D ഡ്രാഫ്റ്റിംഗ് വലിയൊരു ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ്. എല്ലാ ഫീൽഡിലും എല്ലാ ഏരിയകളിലും നമുക്കൊരു ഡ്രാഫ്റ്റിംഗ് സെക്ഷനുണ്ട്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊരു മോഡലിംഗ് ലെവലിലേക്ക് വന്നാലും, ഒരു സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്ത് സെക്ഷനിലേക്ക് വന്നാലും അവിടെയെല്ലാം ഒരു AutoCAD ഡ്രാഫ്റ്റർ വേണം, അല്ലെങ്കിൽ AutoCAD ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ ആൾക്കാർ വേണം. സോ അതുകൊണ്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ്. പണ്ട് ITക്കാരും ഡിപ്ലോമ മാത്രമായിരുന്നു AutoCAD സോഫ്റ്റ്വെയറൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ITI, ഡിപ്ലോമ, എൻജിനീയർ ലെവലിലുള്ളവർ പഠിക്കുന്നു. എല്ലാ എൻജിനീയേഴ്സും പഠിക്കുന്നു. ഈവൻ വേറെ ഡിഗ്രീസ് ഉള്ള ആൾക്കാർ വരെ ഇപ്പോൾ ഇതിന് ഓപ്പണിങ്സ് കൂടുതൽ ഗൾഫിലൊക്കെ ഉള്ളതുകൊണ്ടും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തും നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിങ്ങിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ സെൻറ്റേഴ്സും കൂടുതലാണ്. ഗൾഫിലാണെങ്കിൽ നല്ലൊരു സാലറിയിൽ നല്ല ജോലീസ്, പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഫാസ്റ്റായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലീസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ വലിയൊരു സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഈ AutoCAD ഡ്രാഫ്റ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AutoCAD പഠിക്കാൻ ഇപ്പോൾ കേരളത്തിൽ കുറേ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. 100ഓളം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, പഠിക്കാനുണ്ട്. പിന്നെ അതിൽ നിന്ന് എന്താണ് ഈ ഒരു കോഴ്സിൽ വരുന്ന വ്യത്യാസം, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കാണ് വരുന്നത്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ഒരു 40% മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാരണം അതിൻ്റെ ആ ഒരു കോഴ്സിൽ നമ്മൾ കുറേ ഡീറ്റെയിലിങ്ങിലേക്ക് ശരിക്കും വരേണ്ടതുണ്ട്. ഓരോ കോഴ്സുകളിലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിലേക്ക് അവർ പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. ആക്ച്വലി എന്താണ് ഇതിൻ്റെ ജസ്റ്റ് വരയ്ക്കുക എന്ന് മാത്രമല്ല AutoCADലുള്ള ഒരു കാര്യം. അവിടെ കുറേ ടൂൾസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, എല്ലാ ടൂൾസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളാണ്. എല്ലാ ഓപ്ഷൻസിലേക്കും മെയിനായിട്ടുള്ള കുറേ ഓപ്ഷൻസുകളുണ്ട്. ഓരോ ഏരിയയ്ക്കും ഓരോ സബ് മാനേജർ ഓപ്ഷൻസ് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ്, മാനേജ് ചെയ്തെടുക്കാനുള്ള കുറേ മാനേജർ ഓപ്ഷൻസുകളൊക്കെ AutoCADലുണ്ട്. ഇങ്ങനത്തെ ഉള്ളൊരു ഓപ്ഷൻസിലേക്കും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ ഒരു 90% നിങ്ങൾക്കത് കിട്ടില്ല. ആക്ച്വലി നമ്മുടെ ദുബായിലുള്ള ഫ്രണ്ട്സും ഖത്തറിലുള്ള ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് കാരണമാണ് ഇങ്ങനൊരു ക്ലാസ് എടുക്കാനുള്ള കാരണം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചവരാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച് പോയവരാണ്. പക്ഷേ അവർക്ക് ഈ ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും അവർക്ക് ഈ പറഞ്ഞ AutoCADൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് MTU എടുക്കുന്ന ടൈമിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് രണ്ടാമത്തെ സബ്മിഷൻ ടൈമിലാകുമ്പോൾ റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ് വരുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഒരു തവണ സബ്മിറ്റ് ചെയ്ത സാധനം പിന്നെ മോഡിഫൈ ചെയ്യുമ്പോൾ ഉള്ള ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ്, കുറേ അവർക്കുള്ള ഓപ്ഷൻസ് ഡീറ്റെയിൽ അറിയാത്തതിൻ്റെ പ്രോബ്ലംസാണ്. ചില ഓപ്ഷൻസ് അറിയാത്തതിൻ്റെ പ്രോബ്ലം, അതിൽ നമ്മൾ ക്വാളിറ്റിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നീടുള്ള മോഡിഫിക്കേഷൻസൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്.
ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കൊണ്ടാണ് അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൂൾസും 1 by 1 ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ടായിരിക്കും പഠിക്കുന്നത്. ഓരോ ടൂൾസിൻ്റെ ഉള്ളിൽ വരുന്ന സബ് ടൂൾസ് എല്ലാം തന്നെ പറയും. എല്ലാ ടൂൾസിൻ്റെ ഉള്ള സബ് ഡിവിഷൻ വരുന്ന ഓരോ ടൂൾസും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് എന്താണ് മറ്റേന്നുള്ള വ്യത്യാസങ്ങളെല്ലാം കാണിക്കും. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂളിൽ തന്നെ ചിലപ്പോൾ വേറൊരു ടൂളിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഓപ്ഷൻ അറിയാത്ത ഒരാൾ അങ്ങനെ ചെയ്യില്ല. വേറെ ഓപ്ഷൻ എടുത്ത് പിന്നെ അതിനായിട്ടുള്ള സെപ്പറേറ്റ് ഓപ്ഷനിലേക്ക് പോകും. അവിടെ കുറേ ടൈം ചിലപ്പോൾ അയാൾക്ക് വേസ്റ്റ് ആവും. ഇത് അറിയുന്ന ഒരാളാണ് ഡയറക്റ്റ് ആ ടൂളിൽ നിന്ന് തന്നെ വേറൊരു ടൂളിലേക്ക് ഡയറക്റ്റ് കയറിപ്പോവും. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഓട്ടോക്യാഡിൻ്റെ അകത്തുണ്ട്. ഇത് അറിയാത്തതിൻ്റെയാണ് ഓട്ടോക്യാഡ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തവർക്കുള്ള ഒരു ഇഷ്യൂസൊക്കെയാണത്. നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സ്പീഡ് എങ്ങനെ കൂട്ടാം? നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ടൂൾസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസുകളുണ്ട്. ടൂൾസ് അല്ലാതെ ഡ്രോയിങ് ചെയ്യാനുള്ള ടൂൾസ്, ഡ്രോയിങ് മോഡിഫൈ ചെയ്യാനുള്ള ടൂൾസ്, അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് എന്നുള്ള കുറേ ഓപ്ഷൻസ് വരും. പിന്നെ കുറേ ലേയേഴ്സ്, ബ്ലോക്ക്, അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസുകളുണ്ട്. പിന്നെ അത് ടെക്സ്റ്റ്, പിന്നെ അതിനെല്ലാം മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡയമെൻഷൻ സ്റ്റൈല് അതിന് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ടെക്സ്റ്റിന് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, എങ്ങനെ ആർട്ടിഫിഷ്യൽ ബ്ലോക്കിൽ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, എങ്ങനെ ലെയർ സെറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ഒരു ടെംപ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം, ടെംപ്ലേറ്റ് എങ്ങനെ ലേഔട്ടിലേക്ക് സെറ്റ് ചെയ്യാം, എങ്ങനെ ലേഔട്ട് നമുക്ക് പ്രോപ്പറായിട്ട് മൾട്ടി വ്യൂവിൽ സെറ്റ് ചെയ്തെടുക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. ഈവൻ നമ്മളൊരു പ്രിൻറ്റ് ചെയ്യുമ്പോൾ വരെയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമ്മൾ വേർഡൊക്കെ പ്രിൻ്റ് എടുക്കുന്ന രീതിയിൽ നമ്മൾ പ്രിൻ്റ് എടുക്കും. പക്ഷേ അങ്ങനെയല്ല ആക്ച്വലി ഓട്ടോക്യാഡിൽ പ്രിൻറ്റിങ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ കുറേ കളർ കോഡിങ് സെറ്റിങ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. കളർ കോഡിങ് സെറ്റിംഗ് നോർമലി ക്ലയൻറ്റ് തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ പ്രൊജക്റ്റിനായിട്ട് ഓരോ കളർ കോഡിങ് സെറ്റിങ്സ് ഉണ്ടാകും. അതിന് CTB എന്നാണ് പറയുന്നത്. ആ CTB വെച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഓരോ കമ്പനികളിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ കാണുന്നതൊക്കെ തന്നെ. ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്. കംപ്ലീറ്റ് 2D ഡ്രാഫ്റ്റിംഗ് ഡീറ്റെയിൽ ആയിരിക്കും. നമ്മളൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മൾ ക്ലയൻറ്റിലേക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യും അതുവരെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് നമ്മൾ പഠിച്ചെടുത്ത് വരച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ലെവലിലേക്ക് വരും. നമ്മൾ നോർമലായിട്ടൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് വരയ്ക്കുന്നതും ഒരു എക്സിസ്റ്റിംഗ് ഡ്രോയിങ്ങിൽ നമ്മുടെ ഒരു പാർട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് രണ്ടിലും വർക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൽ വരുന്ന കളർ കോഡിങ് സെറ്റിങ്സിന് പല ചേഞ്ചസ് നമ്മൾ ഓൾറെഡി ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അതിൽ പ്രിൻറ്റിങ്ങിൽ വരുന്ന ഡീറ്റെയിലിംഗ്, ലേഔട്ടിൽ വരുന്ന ഡീറ്റെയിലിംഗ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കംപ്ലീറ്റ് ആയിട്ട് ക്ലയൻറ്റ് സബ്മിഷൻ ചെയ്യുന്നത് വരെയുള്ള ഡീറ്റെയിലിംഗ് ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓട്ടോക്യാഡ് ഡെപ്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിൽ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.